ഈ പ്രേക്ഷകരുടെ അടക്കം അറിവിലേക്ക് ഒന്നുകൂടി പറയുകയാണ്, എത്രമാത്രം സ്വർണം പോയി എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ മറന്നുപോകും. അതായത് അവിടെ കട്ടിടപ്പാളിയിലേത് അടക്കം, പ്രത്യേകിച്ചും ശ്രീകോവിലിൻ്റെ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽപ്പടിയിൽ നിന്ന് ദശാവതാരം രാശി ചിഹ്നമടക്കം 314.97 പവൻ സ്വർണമാണ് പൊതിഞ്ഞിരുന്നത്. ദ്വാരശില്പങ്ങളിൽ നിന്ന് 195.52 പവൻ സ്വർണം പൊതിഞ്ഞിരുന്നു. ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളിൽ, അതായത് 8 തൂണുകളുണ്ട്, അതിൽ പതിച്ചിരുന്നത് 537.83 പവൻ. മേൽക്കൂരയടക്കം എല്ലാം ചേർത്താൽ 30.291 കിലോഗ്രാം സ്വർണമാണ് സന്നിധാനത്തുണ്ടായിരുന്നത്. ഇതെല്ലാവരും കൂടി ചേർന്ന് കട്ടിളയും ദ്വാരപാലകനും എല്ലാം വലിച്ചിളക്കി മുഴുവൻ ചെമ്പാക്കി മാറ്റി അയ്യപ്പ വിഗ്രഹം പോലും കൊണ്ടുപോയോ എന്നുള്ള സംശയമാണ്. എന്തായാലും ഇവിടെ ഇത് വിദേശത്തേക്ക് ഈ സ്വർണം കടത്തിയെന്നുള്ള സംശയം വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് വിദേശത്താണ് ഈ സ്വർണം പോയിട്ടുള്ളതെങ്കിൽ ആ അന്വേഷണം അനിവാര്യമാകുമോ, അല്ലേ ആ അന്വേഷണം കൊണ്ട് നടക്കുമോ? CBI പോലുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇത് പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് സാധാരണ വിശ്വാസികളും പറയുന്നത്. എന്താണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ CBI വരുന്നതിൽ വല്ല ഭയാശങ്കയുണ്ടോ? അഡ്വക്കേറ്റ് സേനാപതി വേണു. ഞങ്ങൾക്ക് CBI വരുന്നതിൽ ഒരു ഭയാശങ്കയില്ല. CBI വരട്ടെ. ഇപ്പൊ ഇവിടെ ജിതിൻ ദേവ് ഉയർത്തിയ ആരോപണം ആണ് എങ്കിൽ CBI അന്വേഷിക്കട്ടെ. ഇനിയിപ്പോ സോണിയാഗാന്ധിയുടെ സഹോദരന്മാർക്ക് പുരാവസ്തു സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതും CBI അന്വേഷിക്കട്ടെ. അത്തരം വാർത്തകൾ വരുന്നുണ്ട്. ഗണപതി ഞാൻ പറഞ്ഞല്ലോ, അല്ല ഈ വാർത്തകളെല്ലാം നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണല്ലോ. പണ്ട് ഒട്ടോവിയോ കൊട്രോച്ചിയുടെ പേരായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ബോഫോഴ്സ് ആയുധം ഇടപാടിൽ അദ്ദേഹമാണ് കമ്മീഷൻ മേടിച്ചത് എന്നൊക്കെ പറഞ്ഞ് CBI കേസ് ചാർജ് ചെയ്തു, അന്വേഷണം നടത്തി. ഏതായാലും വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവസാനം ആ കേസിൽ പോലും എന്താ പറഞ്ഞ ആവിയായി പോകുന്നതാണ് കണ്ടത്. ഇപ്പൊ ഇവിടെ ജിതിന്റെ പരാതി കേട്ട് കഴിഞ്ഞാൽ ഈ കയ്യേല് ചരട് കെട്ടുന്നതൊക്കെ, കെ സുരേന്ദ്രന്റെ കയ്യെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ചരടുണ്ട്. ഇപ്പൊ ജിതിന്റെ കയ്യിൽ നോക്കിക്കോ ചരട് കെട്ടുന്നത്. അപ്പൊ ചരട് കെട്ടുന്നത് ആണ് അപരാധമെങ്കിൽ ചരട് കെട്ടുന്നതല്ല, അത് ആര് കെട്ടുന്നു എന്നുള്ളതാണ്. ചരട് കെട്ടുന്നതല്ല, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് ആര് കെട്ടുന്നു എന്നുള്ളതാണ്. അല്ല, ശബരിമല തന്ത്രിയുടെ ശിഷ്യനായിട്ട് നടക്കുന്നയാള്, അവിടെ പൂജയൊക്കെ സഹായിക്കുന്നയാള്, അവിടെ നമ്മൾ ചെല്ലുമ്പോ കാണുന്നത് ഇതല്ലേ? അല്ലാതെ ആരുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ ഇവൻ വ്യാജൻ, ഇവൻ ഒറിജിനൽ എന്ന്. അവിടെ ചെല്ലുമ്പോ കാണുന്നത് ഇവരെയൊക്കെയാണ്, ഈ അവതാരങ്ങളെയാണ് കാണുന്നത്. അവതാരങ്ങളെ ഞങ്ങളല്ല കയറ്റിയത്. അത് ജിതിൻ പറഞ്ഞ ആരോപണമാണ്, അവതാരങ്ങളെ ഞങ്ങൾ കയറ്റിയെന്ന്. പിന്നെ എന്താ പറഞ്ഞേ, ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഈ നിങ്ങളെല്ലാവരും വിനോദെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കരുണാകരന് പോലും കാണാൻ അവസരം, കരുണാകരൻ എന്നാ കാണാൻ അവസരം വരെ കിട്ടാതെ വന്നെന്നറിയോ? കോടോത്ത് ഗോവിന്ദൻ നായരെ സ്ഥാനാർത്ഥിയായി DIC എന്ന പാർട്ടി പ്രഖ്യാപിച്ചിട്ട് സോണിയാഗാന്ധിയെ കാണാൻ നിന്നപ്പോൾ സോണിയാഗാന്ധി പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. BJPയിലേക്ക് പോകാനായിട്ട് വാതിൽ തുറന്നിട്ട് അസാമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വാസ് എന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി കാണണ്ട എന്ന് പറഞ്ഞു. ആന്ധ്രയിൽ വിഭജനം നടത്താനായിട്ട് കോൺഗ്രസ് എടുത്ത ഒരു രാഷ്ട്രീയ തീരുമാനം, ആ തീരുമാനത്തിനെതിരെ ഒരു നിലപാടുമായിട്ട് നിന്നപ്പോൾ പറഞ്ഞു സോണിയാഗാന്ധി കാണണ്ട എന്ന് പറഞ്ഞു. അല്ലാതെ സോണിയാഗാന്ധിയെ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ പ്രതാപകാലത്ത് പോയപ്പോ കണ്ടിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത്, അതൊക്കെ എന്താ പറയുന്നത്? നിങ്ങളിങ്ങനെ ഇപ്പം സോണിയാഗാന്ധി പലവട്ടം ഡൽഹിയിൽ പോകുന്ന ആളാണല്ലോ അഡ്വക്കേറ്റ് സേനാപതി വേണു. എത്ര തവണ സേനാപതി വേണുവിന് സോണിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ സോണിയാഗാന്ധി ഇരുന്ന വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം കഴിഞ്ഞ് സോണിയാഗാന്ധി എഴുന്നേറ്റ് വന്ന് എനിക്ക് കൈ തന്നിട്ടുണ്ട്, ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ടുണ്ട്, സോണിയാഗാന്ധിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ പോകാനും പ്രസംഗിക്കാനും അവസരം കിട്ടിയ ആളാണ്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും കാണാനും പോകാനും അവസരം. നിങ്ങൾ പലവട്ടം ഇവിടെ ആവർത്തിക്കുന്നുണ്ടല്ലോ, പലവട്ടം പോറ്റി. നിങ്ങൾ പറയാം എത്ര വട്ടം? പലവട്ടം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സോണിയ കാണുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്, ഒരു തവണയല്ല. അല്ല ഞാൻ പറയട്ടെ, ഒന്നല്ലേ രണ്ടല്ലേ മൂന്ന്, ഈ പലവട്ടം നിങ്ങൾ പറയുമ്പോൾ 30 പ്രാവശ്യം പോയി 50 പ്രാവശ്യം പോയെന്നല്ലോ. അത് തന്നെയല്ല,
സോണിയാഗാന്ധിക്ക് ആ കാലഘട്ടത്തിൽ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ളതാണ്. അവരെ സന്ദർശകരുടെ മുഴുവൻ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ വിവരാവകാശം വെച്ച് ഇപ്പോഴും അപേക്ഷ കൊടുത്തു, ആരൊക്കെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള എല്ലാ വിവരങ്ങളും കിട്ടൂല്ലോ. പിന്നെ എന്തിനാണ് ഈ പലവട്ടം സന്ദർശനം നടത്തി എന്നീ അന്തരീക്ഷത്തിൽ നമ്മൾ ഈ എന്താ പറഞ്ഞ ഈ ആരോപണങ്ങളുമായിട്ട് നിൽക്കുന്നത്? ഇനി അവരെ സന്ദർശിച്ചിട്ടുണ്ടാവും, ആ സന്ദർശിച്ചവരുടെ പട്ടിക, അതിൽ എത്രയോ ആളുകൾ നിൽക്കുന്നു. അത് അവരുടെ ഔദ്യോഗിക വസതിയിലെ അവരുടെ ഓഫീസാണ്. ആ ഓഫീസിൽ ഞാനും പോയിട്ടുള്ളതാണ്. നമ്മളൊരു 4 ദിവസമോ 10 ദിവസമോ മുമ്പ് അവിടെ ചെന്ന് ഒരു അപേക്ഷ സേനാപതി വേണു, നമുക്ക് സേനാപതി വേണുവിലേക്ക് വരാം.